ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നെൻ്റെ ഒരു കുഞ്ഞി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം കുറേ ദിവസങ്ങളായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. ഇന്നാണെന്ന് സമാധാനമായിട്ടിരുന്ന് എൻ്റെ പ്ലേസിലിരുന്ന് ചായ കുടിക്കാൻ പറ്റിയത്. അപ്പോൾ രാവിലെ ഇവിടെ വന്നിരുന്ന് കാപ്പിയോ ചായയൊക്കെ കുടിക്കും എനിക്ക് വല്ലാത്ത മനസ്സമാധാനമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ഫ്രീ ആയിട്ടുള്ള ദിവസമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് മെസ്സേജസിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്, കമൻസൊക്കെ വായിച്ചു. അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴാണ് ദേ ഒരു ഒച്ച എൻ്റെ അടുത്തേക്ക് ഇഴഞ്ഞു വരുന്നു. അപ്പം പിന്നെ ഇരിക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോയിട്ട് പിന്നെ ഞാൻ പോയിട്ട് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നതൊക്കെ നോക്കി കുറച്ച് നേരം നടന്നു. ഓണമൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു അവിടെ ആയിട്ട് പൂവൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. എന്നും വന്ന് റോസേനെ നോക്കൂ കേട്ടോ. റോസ ദേ പൂത്ത് നിൽക്കുന്നുണ്ട്, കുഞ്ഞു പൂവാണ്, എങ്കിലും കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ എന്താ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് അറിയാമായിരിക്കും രോഹിണീനെ. കുറേ നാളായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് രോഹിണീനെ എന്താ വീഡിയോയിൽ കാണിക്കാത്തതെന്ന്. രോഹിണി ഇവിടെ ഇല്ല കേട്ടോ, അവൾ ബാംഗ്ലൂർ ജോലിയാണ്, അവൾ ഫാഷൻ ഡിസൈനർ ആട്ടോ. അപ്പോൾ ഇപ്പം അവൾ വെക്കേഷനായിട്ട് വന്നതാണ്, ഓണത്തിൻ്റെ അവധി ഉണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മളങ്ങനെ രോഹിണിക്കുട്ടിയുടെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ പൊൻകുന്നത്ത് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാട്ടോ രോഹിണിയെ ഞാൻ പരിചയപ്പെടുന്നത്. നമ്മൾ ആദ്യമായിട്ട് കാണാൻ വന്നത്. അപ്പം അന്ന് മുതൽ ഇപ്പോൾ വരെയുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അങ്ങനെ നമ്മൾ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അവൾ അത്തം മുതൽ തന്നെ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് ഓണം സമയത്ത് ഷൂട്ട് ചെയ്ത വ്ളോഗാട്ടോ. അപ്പോൾ ഓണത്തിന് തിരക്കായതുകൊണ്ട് എനിക്ക് അന്ന് ഇടാനായിട്ട് പറ്റിയില്ല. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും പുറകിലിരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ ദേ ഒരുത്തി ചാടി ഇറങ്ങി ഓടിയിട്ടുണ്ട്. എന്നിട്ട് ദേ കുഞ്ഞ് കമ്മൽ കിട്ടുമെന്ന് കേട്ടോ. കമ്മലൊന്നും ഇല്ലാണ്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ദേ ഇത് അവൾ ചെയ്ത വർക്കാട്ടോ. അവൾ ഞാൻ പറഞ്ഞില്ലേ ബാംഗ്ലൂർ ഫാഷൻ ഡിസൈനറാണ്. പിന്നെ ഇതുപോലെ ഹാൻഡ് എംബ്രോയിഡറിയും അങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ദേ ഈ കാണുന്നതൊക്കെ ആശാൻ്റെ കലാവിരുതുകളാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ പുതിയ പെട്ടിയാണ് ഇവളിനെ കാണിച്ചു പറഞ്ഞത്. നേരത്തെ ആയിരുന്നെ ക്രാഫ്റ്റ് മാക്രിയും പെയിൻറ്റും ഒക്കെ ആയിരുന്നു, ഇപ്പോൾ എംബ്രോയിഡറി സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇത് അവൾ കൈത്തയ്യൽ വഴി തയ്ച്ച ഉടുപ്പാട്ടോ, മെഷീൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇത് ഈ തൊപ്പിയും ഇതെന്തോ ക്രോഷറ്റോ അങ്ങനെ എന്തോ സാധനം അതും അവൾ ചെയ്ത കേട്ടോ. ഇതും യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ കുത്തിക്കേറ്റി തലയിൽ വെച്ചു. കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ പ്രതീക്ഷിച്ചാണ് വെച്ചത്. ബട്ട് എന്ത് ചെയ്യാനെന്ന് പറയുന്നത് നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്ത് രോഹിണിയുടെ ഒരു ഓടക്കുഴലുണ്ടായിരുന്നു കേട്ടോ. ചേട്ടായി എടുത്ത് ഊതുന്നുണ്ട്, ഊതിയിട്ട് കാറ്റ് മാത്രമേ വരുന്നുള്ളൂ, അതിൻ്റെ അപ്പുറത്തോട്ട് സൗണ്ടൊന്നും വരുന്നില്ല. വരുന്ന സൗണ്ടും കോമഡി സൗണ്ടാട്ടോ. ഇനി ഈ ഫ്ലൂട്ട് വായിക്കാനും അവൾ എവിടെയും പോയി പഠിച്ചതല്ല, അവൾ തന്നെ യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ്. അങ്ങനെ എൻ്റെ കൊച്ചൊരു സകലകലാ വല്ലഭിയാണ് കേട്ടോ. ഇത്രയും മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടീനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാം അറിയാം, എന്നാൽ അവൾ ഈ വീട്ടിലിരുന്ന് ചെയ്യുന്നതല്ലാതെ എന്തെങ്കിലുമൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കും. ഒരു കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ കുറേ തരം വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തോട്ടി ചാടാൻ പോവുകയാണ്. ചേട്ടായി ചൂണ്ടയിടാനായിട്ട് ചൂണ്ടയൊക്കെ എടുത്തിട്ടുണ്ട്. അവധി ഇവിടെ വന്നാണ്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുളിക്കുന്നത്. ഇവിടെ ആയിരിക്കും എപ്പോഴും വരുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വരെ നമുക്ക് തലയിൽ എണ്ണ തേക്കാം. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലാണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ജഗദീഷ് മീനയുടെ ഹെയർ ഓയിലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നന്നായിട്ട് മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് തേക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറഞ്ഞത്. ഇപ്പോൾ ഒരു 1-2 മാസമായി ഞാനിത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. നമ്മൾ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല നാടൻ പ്രൊഡക്ട്സ് വെച്ചിട്ട് കാച്ചിയ എണ്ണയാണെന്ന്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള കറ്റാർ വാഴ, കയ്യൂന്യം, നെല്ലിക്ക അങ്ങനത്തെ പ്രൊഡക്ട്സ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ നല്ല തിക്കാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് 100% നാച്ചുറൽ ആൻഡ് ഹോം മെയ്ഡ് ആയിട്ടുള്ള എണ്ണയാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഏതൊരു പ്രൊഡക്റ്റും നമ്മൾ ഒറ്റയടിക്ക് മുടി വളരത്തില്ല, കുറേ നാൾ യൂസ് ചെയ്താൽ മാത്രമേ ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇത് ഞാൻ ആഴ്ചയിൽ 2 ദിവസമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രോഹിണിയും തലയിൽ എണ്ണ തേക്കുന്നുണ്ട്. അവൾക്കും ബാംഗ്ലൂരിലെ ക്ലോറിൻ വെള്ളത്തിൽ കുളിച്ചിട്ട് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ അവൾക്കും ഈ ഒരു ഓയിലാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അങ്ങനെ തല നിറച്ച് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കെട്ടി വെച്ചിട്ട് ഞങ്ങൾ വെള്ളത്തിൽ ചാടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടാ ഇവിടെ ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ട് പുറകെ കൂടെ നടപ്പുണ്ട്. ചേട്ടാ ഈ ഹെയർ ഓയിൽ തന്നെ ആട്ടോ യൂസ് ചെയ്യുന്നത്. ആണുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യത്തെ ചാട്ട രോഹിണിയുടെ ആട്ടോ അങ്ങനെ ഐശ്വര്യമായിട്ട് ഇതേ വെള്ളമൊക്കെ കലക്കിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ നല്ലൊരു കുഴിയായിരുന്നു കേട്ടോ. പിന്നെ മണലൊക്കെ വന്ന് നിറഞ്ഞപ്പോഴത്തേക്കും അവിടെയൊക്കെ ചെളിയായി, കുറച്ച് നഗരവും ചെയ്തു. അങ്ങനെ രണ്ടാമത് ഞാൻ ഇറങ്ങുന്നിട്ടും ഞാൻ കുറച്ച് പേടിത്തൊണ്ടി ആയതുകൊണ്ട് എടുത്തൊന്നും ചാടാൻ എന്നെ കിട്ടത്തില്ല. ഒരു പ്രാവശ്യം ഇവിടെ അങ്ങനെ ചാടിയിട്ട് എൻ്റെ കാല് മുറിഞ്ഞാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ചെരുപ്പൊക്കെ ഇട്ടോണ്ടായിട്ട് ഇറങ്ങിയത്. അങ്ങനെ വൈദ്യുതി ഞാൻ ചാടാൻ പോകുന്നു എന്നൊക്കെ ഡയലോഗ് അടിച്ച് ഞാൻ ഒറ്റ ചാട്ടം. എനിക്ക് പിന്നെ പണ്ട് മുതലേ വെള്ളം പേടിയാട്ടോ. ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് ഞാൻ നീന്തലിൻ്റെ പഠിച്ചത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ്. കുറച്ച് നാളായിട്ട് തോട്ടിലൊന്നും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് അതിൻ്റെ എല്ലാ വിഷമവും കൂടെ ഇന്നൊറ്റ ദിവസം കൊണ്ട് തീർത്തു കിട്ടും. വെള്ളത്തിൽ നിന്ന് കയറുന്നുണ്ടായിരുന്നില്ല. രോഹിണി അവിടെ എന്തൊക്കെയോ തപ്പി നടപ്പുണ്ട് കുഞ്ഞുമീനെ പിടിക്കാനാണെന്നും പറഞ്ഞ്. ആ നേരം കൊണ്ട് വന്നിട്ട് ഞാൻ ഷാമ്പൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ജഗദീഷ് മീനയുടെ തന്നെ ഷാമ്പൂ ആണ്. നല്ല അടിപൊളി ഷാമ്പൂ ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മണം. തേങ്ങയുടെ മണമായിട്ട് ഇത് കോക്കനട്ട് മിൽക്ക് ഷാമ്പൂ തന്നെയാണ്. ഇത് എപ്പോഴൊക്കെ മണത്താലും എനിക്ക് തിന്നാൻ തോന്നും, അത്ര നല്ല സ്മെല്ലാട്ടോ. പിന്നെ അതുപോലെ
തന്നെ ഭയങ്കര ഹെവി ആയിട്ടൊന്നുമില്ല, ഭയങ്കര നമ്മുടെ മുടിനെ ഡ്രൈ ആക്കത്തൊന്നുമില്ല. അപ്പം ഞാനാണെങ്കിൽ പാത്രമൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് കയ്യിൽ തന്നെ ഇട്ട് പതപ്പിച്ചിട്ടാട്ടോ തലയിൽ തേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ടൊരു കപ്പിലിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രം നമ്മൾ തലയിൽ തേക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഇത് പാരബൻ സൾഫേറ്റ് ഫ്രീ ആണ് കേട്ടോ. അതുപോലെ തന്നെ സിലിക്കോണും കളറും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അത്യാവശ്യം എപ്പോൾ ഹെയർ ഓയിൽ ചെയ്താലും 1 hour വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഷാമ്പൂ ഇട്ട് കഴുകി കളയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് മീഷോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ഐ ഡി സൈഡിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ 5, 15, 25 തീയതികളിലാണ് സ്റ്റോക്ക് അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ നാളെ 25, 11 മണിക്ക് സ്റ്റോക്ക് അപ്ഡേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് കോംബോ ആയിട്ട് വാങ്ങാവുന്നതാണ്. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് സൈഡിൽ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ തലയൊക്കെ കഴുകിയിട്ട് പിന്നെയും ഞാൻ നീന്തുന്നുണ്ട്. നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു വെയിലും ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ നല്ല തണുത്ത വെള്ളവുമായിരുന്നു. ഞാൻ ഇവിടെ വരുമ്പോഴാട്ടോ കൂടുതൽ നീന്താറുള്ളത്. ഞങ്ങളുടെ ഇവിടുത്തെ തോട്ടിൽ ഇച്ചിരി വെള്ളമുള്ളൂ, അതുകൊണ്ട് നീന്താൻ വലിയ രസം ഉണ്ടാകത്തില്ല കേട്ടോ. താഴോട്ട് മാത്രമേ നീന്താൻ അവിടെ കൊള്ളത്തുള്ളൂ, മേലോട്ട് ഭയങ്കര ഒഴുക്കാണ്. ഇവിടെ പക്ഷേ അത്യാവശ്യം നല്ല സ്പേസ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്താനായിട്ട് നല്ല രസമാണ്. രോഹിണിയാണെങ്കിൽ ഇതേ ഇവിടെ ഇരുന്നിട്ട് ആ ഒരു മുള്ളുചെടിയൊക്കെ ഒടിച്ച് കളയുന്നത് കേട്ടോ. അവൾക്ക് ഇവിടെ തോട്ടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കലാപരിപാടികളാണ്. കുഞ്ഞു മീനെ കൈയും കൊണ്ട് പിടിക്കുക, അങ്ങനെ ഇങ്ങനെ പ്രത്യേക സ്വഭാവം കേട്ടോ. അങ്ങനെ നീ താഴേന്ന് ഒഴുക്കുന്നതിലൊരാൾ നീന്തി വരുന്നുണ്ട്. ഇവിടെ നീന്ത് കാണുമ്പോൾ കൊതിയാവും. എനിക്ക് അങ്ങനെ നീന്താൻ അറിയത്തില്ല കേട്ടോ. പിന്നെ ഇവിടെ ജനിച്ച് വീണതേ ഈ ആറ്റിലാന്ന് തോന്നുന്നു. ആറ്റിൽ നിന്ന് നീന്തിപ്പോയി തേങ്ങയൊക്കെ പിടിക്കുന്ന ഒരു പ്രത്യേക കലാപരിപാടികളൊക്കെ രോഹിണിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആളെ തോൽപ്പിക്കാനാവില്ല. എന്നാലും ഞാൻ ചുമ്മാ അവളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കളിക്കും. ഞാൻ പിന്നെ കുറച്ച് നീന്തും, കുറച്ച് തുഴയും, അങ്ങനെയൊക്കെയാണോ. ഒറ്റ ട്രിപ്പിൽ അവിടെ വരെ നീന്തി എത്താനുള്ള കപ്പാസിറ്റി എനിക്കില്ല കേട്ടോ. ആദ്യം ഒരു 5 മിനിറ്റ് നീന്തി കഴിയുമ്പോൾ ഞാൻ മടുത്തു. പിന്നെ ഇതേ അവളെന്നെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വണ്ടി മുന്നോട്ടായിട്ട് നീങ്ങില്ല എന്ന് പറഞ്ഞപ്പം അവൾ പിന്നെ വലിച്ചടച്ച് മേളി വരെ കൊണ്ടുപോയി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് രോഹിണിയുടെ പ്രത്യേക ഒരു ഐറ്റമാണ് തലയുംകുത്തി വെള്ളത്തിൽ മറിയുക എന്നുള്ളത്. അപ്പോൾ ആന വാ വിളിക്കുന്നതുകൊണ്ട് അണ്ണ വാ വിളിക്കുന്നു പറഞ്ഞ പോലെ ഞാൻ തലയുംകുത്തി മറിഞ്ഞു. ഭയങ്കര കോമഡി ആയിരുന്നു. അതുകൊണ്ട് ആ പ്രത്യേക ഐറ്റം ഞാനിവിടെ കാണിക്കുന്നില്ല. അപ്പം അതേക്ക് ചേട്ടായി പിന്നെയും പോയി മീൻ പിടിക്കാൻ പോയി. അപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ പതുക്കെ കുളിച്ച് കയറാനുള്ള പരിപാടിയായിരുന്നു. മണിക്കൂർ കണക്കിന് നിന്നിട്ടും ഒരു മീനെ പോലും കിട്ടിയില്ല. അങ്ങനെ അവസാനം കിട്ടിയത് ഒരു വാഴയ്ക്കവരനാന്ന് തോന്നുന്നു കേട്ടോ. അതിനെയാണ്, അതൊരു കുഞ്ഞു മീൻ, കണ്ണി പോലും പിടിക്കാത്ത മീൻ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഫുള്ള് കളിയാക്കിയിട്ടു. കളിയാക്കി കഴിഞ്ഞപ്പോഴത്തേനും അതിനെ ജീവനോടെ തിരിച്ച് വിടാനുള്ള പരിപാടിയായിരുന്നു. കാരണം അങ്ങനെ ചാവത്തൊന്നുമില്ല. ചെതുമ്പലയിൽ ഇങ്ങനെ ചെകിളയിലായിരുന്നു അത് പിടിച്ചിരുന്നത്. അങ്ങനെ രോഹിണി അതിനെ എടുത്ത് ആ ചെകിളയിൽ നിന്ന് വിടിപ്പിച്ച് വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ വിട്ടുവിട്ടു. ആദ്യം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആശാന 2 മിനിറ്റ് അനങ്ങാതെ കിടന്നു. പെട്ടെന്ന് ജീവൻ വെച്ച പോലെ ഒറ്റ ചാട്ടമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും നീന്തി പോയിട്ടുണ്ട്. ചൂണ്ടയിട്ട് മീനൊന്നും കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേക്കും രോഹിണി പോയി വല എടുത്തുകൊണ്ട് വന്നു കേട്ടോ. വീശുവലയാണ്, അവൾക്ക് അത്യാവശ്യം വീശാനൊക്കെ അറിയാം. ഇങ്ങനത്തെ പരിപാടി പണ്ട് മുതലേ അവൾക്ക് ഇഷ്ടമാണ്. മടച്ചുകൊണ്ട് വെക്കുക, വല വീശുക. പക്ഷെ ഇപ്പം മീൻ അധികം ഇല്ല കേട്ടോ. ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും നേരത്തേക്ക് അത്യാവശ്യം കുറച്ചുകൂടി മീൻ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾ ചൂണ്ടയിട്ട് ആരവിനെയൊക്കെ പിടിച്ചതാണ്. ഇപ്രാവശ്യം എന്ത് പറ്റുന്നില്ല, ഒറ്റ മീനിനെ ഈ വഴിക്ക് കാണുന്നില്ല. ഇവിടെ തന്നെയായിരിക്കും ഇവിടുത്തെ മീനിനെല്ലാം പിടിച്ച് തീർത്തത്. അങ്ങനെ അതേ വല ഇടുന്നുണ്ട് കേട്ടോ. വല ഇട്ട് കഴിയുമ്പോഴെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ആശാൻ എന്ത് പറ്റി നിർത്തില്ല. ഇന്ന് വലയിട്ടിട്ടും അത്ര സെറ്റായില്ലെന്നാണ് പറഞ്ഞത്. സാധാരണ അവൾ വലയൊക്കിട്ട് പിടിക്കാറുള്ളതാട്ടും. പക്ഷേ ഇന്നെന്തോ പറ്റി. അങ്ങനെ ഞങ്ങൾ തോറ്റ് തുന്നും പാടിയതേ പോവുകയാണ്. ഞാൻ അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടായി രോഹിണിയോട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളിത് മീൻ പിടിച്ചിട്ടേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ചേട്ടായി ഭാഗ്യത്തിൻ്റെ ഒരു വാഴക്കവരയെ പിടിച്ച് രോഹിണിക്ക് ഇതേ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ പോയിട്ട് കുറച്ച് പൂ പറിച്ചു കേട്ടോ. അപ്പോൾ ഓണമല്ലേ, ഓണത്തിന് ഈ പൂ പറിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ വാടാതെ ഇരുന്നോളൂല്ലോ. അപ്പോൾ ഓണത്തിന് 2 ദിവസം മുന്നേ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം അവളുടെ ഒരു കുഞ്ഞി കുടം ഉണ്ടായിരുന്നു കിളീനെ വളർത്തിക്കൊണ്ടിരുന്നപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു കുടമൊക്കെ പറക്കിക്കൊണ്ടാട്ടോ ഞങ്ങൾ വന്നത്. അപ്പം അതിനകത്തോട്ട് ഈ മഞ്ഞപ്പൂവിനെ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് പിന്നെ 2 ദിവസം വാടാതിരുന്നോളും. പണ്ട് ഇവിടെ വന്നിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഓണത്തിന് പൂക്കളൊക്കെ പറിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഇങ്ങനത്തെ പൂവുണ്ട്, ഒരു വയലറ്റ് പൂവുണ്ട്, പിന്നെ എന്താ മറ്റേ ഒരു കൃഷ്ണച്ചെടിയോ, കൃഷ്ണൻ്റെ എന്തോ ഒരു പേരുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടോ. ഒരു ചുമല കളറ് കാട്ടുവെള്ളം പോലെ നിൽക്കും. അപ്പോൾ ആ ചെടിയൊക്കെ ഞങ്ങൾ പണ്ട് ഇവിടെ വന്ന് പറിക്കുമായിരുന്നു. അതിൻ്റെ ചുമല പൂണ് നല്ല രസമാണ്. അങ്ങനെ അവിടെ നിന്ന് തോറ്റ് തുന്നം പാടി വന്നിട്ട് ഇവിടെ വേറൊരു കുളമുണ്ട്. അവളുടെ വീടിന് തൊട്ടടുത്തായിട്ട് ഒരു പറമ്പിലുള്ളതാണ്. അപ്പോൾ അവൾ അവിടെ പോയി ചൂണ്ടിടുന്നുണ്ട്. ഇവിടെ മറ്റേ ഇതുണ്ട് കേട്ടോ, ഫിലോപ്പിയ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ഫിലോപ്പിനെ കിട്ടി. അരമണിക്കൂർ നിന്നിട്ടാണ് ഒരെണ്ണത്തിന് കിട്ടിയത്. ഒരെണ്ണത്തിനും കൂടെ കിട്ടിയിരുന്നെങ്കിൽ 2 ആൾക്കുള്ളതായത്. ആകെ ഒന്നേ കിട്ടിയുള്ളൂ. ആ കളത്തിൽ ഒരുപാടുണ്ടെന്ന് കേട്ടോ പറഞ്ഞു. രോഹിണി ഇടയ്ക്ക് വന്ന് പിടിക്കാറൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് നിൽക്കാൻ സമയമില്ലായിരുന്നു. അപ്പം തന്നെ ഏതാണ്ട് 5 മണി ആയിട്ട്. തോട്ടിപ്പോയി 2 മണിക്കൂറെങ്കിലും ഞങ്ങൾ ചാടിയിട്ടുണ്ട്. മീൻപിടുത്തവും കുളിയൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ തിരിച്ചു പോയി. അപ്പോൾ വീട്ടിൽ ചെന്ന പാട് എല്ലാ പ്രാവശ്യത്തെയും സെയിം കലാപരിപാടി ഇവിടുന്ന് ചെടി വാങ്ങുക എന്നുള്ളത്. ചിലതൊക്കെ ഇവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ പിന്നെ അത്യാവശ്യം എല്ലാം നിപ്പുണ്ട്. രോഹിണി ബാംഗ്ലൂർക്ക് പോയപ്പോഴത്തേനും കുറേ ചെടി നശിച്ച് പോയെന്നാണ് പറഞ്ഞത്. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും നല്ല ഭംഗിയായിട്ട് നോക്കിയേനെ. പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ, എല്ലാം നിപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബാൽസ്യവും കുറച്ച് ഇലച്ചെടിയും അങ്ങനെ ഇങ്ങനെ വാങ്ങുന്നുണ്ട് കേട്ടോ. നമ്മൾ പുതിയ വീട്ടിൽ
വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും കുറേ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നത് പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് എന്താ പറയുക ഇലച്ചെടികൾ തന്നെയാണ്, പിന്നെ പൂച്ചെടികൾ ഇവിടെ അധികം ഇല്ല കേട്ടോ. എനിക്ക് കുറച്ച് പൂച്ചെടികൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ ഇവിടെ നിന്നും കിട്ടാനില്ല. കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെക്കുന്നത് എനിക്ക് ഒട്ടും വളരത്തുമില്ല, അതെനിക്ക് നോക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ കുളി കഴിഞ്ഞ് ചെന്നപ്പോഴത്തേനും അമ്മ ഞങ്ങൾക്ക് ചായയും അതുപോലെ തന്നെ ബ്രെഡും തന്നു. പക്ഷേ ടൂട്ടി ഫ്രൂട്ടിയാണ്, കുറേ നാൾ കഴിഞ്ഞാൽ അത് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നത് ഈ ഫോണെ നോക്കിയിരിക്കുക കേട്ടോ. ഞങ്ങൾ ഓരോ റീലൊക്കെ കണ്ടിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര പ്ലാനിങ് മാത്രമേ ഉള്ളൂ. ഉടനെ അവൾ ബാംഗ്ലൂർക്ക് പോകും. അപ്പോൾ ഇനിയിപ്പം ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞിട്ട് ആശാൻ വരത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഈ അമ്മയോടും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുക കേട്ടോ. ഇവിടെ ആയിരുന്നപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ വരുമായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തിടനാടിന് ഇങ്ങോട്ട് വരാൻ അത്യാവശ്യം നല്ല ദൂരമുണ്ട്, അതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങനെ വരാനും പറ്റില്ല. രോഹിണി വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ സെക്കൻഡ് ടൈം മീറ്റ് ചെയ്തു. ഒരു പ്രാവശ്യം ഞങ്ങൾ മീറ്റ് ചെയ്തായിരുന്നു ഈ കുഞ്ഞ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനായിട്ട്. രോഹിണീനെ ചെറുതായിട്ട് ഒരുക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം ഉടനെ തന്നെ ഇടാം കേട്ടോ. എനിക്കെല്ലാം കൂടി ഇടാനുള്ള സമയം കിട്ടിയില്ല, നമുക്ക് ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട്. അങ്ങനെ താമരാശൻ പിള്ളയുടെ വണ്ടി പോകുന്ന പോലെ കുറച്ച് കൊങ്ങിണിയും കൂടെ അവൾ ആ ഒരു കോളം തേക്കാനായിട്ട് എനിക്ക് പറിച്ചു തന്നു. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞു ഗായ്സ്. എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഞങ്ങൾ ഈ സെയിം കലാപരിപാടികളാണ് ചെയ്യുന്നത്, പക്ഷേ ഒട്ടും മടുപ്പില്ല കേട്ടോ. എനിക്കിങ്ങനെ വെള്ളത്തിൽ ചാടാൻ വേണ്ടി കൊതിയാണ്. രോഹിണിയുടെ അടുത്ത് വന്ന് വെള്ളത്തിൽ ചാടുന്ന അത്ര സുഖം വേറെ എവിടെ പോയാലും കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങൾ തിടനാട് എത്തിയപ്പോഴത്തേക്കും പിന്നെയും ചേട്ടായിക്ക് വിശക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ബജിക്കട കണ്ടു കേട്ടോ. ഈ ബജിക്കട ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടാണ്. ഇവിടുത്തെ എനിക്ക് ബജിനേക്കാളും ഇഷ്ടം ഇവിടുത്തെ പഴംപൊരി ആട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല ചൂട് പഴംപൊരി ആയിരിക്കും. അങ്ങനെ ഞാൻ ഒരു ബജിയും ഒരു പഴംപൊരിയും വാങ്ങി. ചേട്ടായി പിന്നെ എപ്പോഴും ബജിയുടെ ആളാണ്. മുളക് ബജിയും മുട്ട ബജിയൊക്കെ എടുത്താലും ഇതുവരെ അങ്ങനെ പഴംപൊരി വാങ്ങി തിന്നാറില്ല. പക്ഷേ എനിക്കെന്നറിയില്ല, പണ്ട് മുതലേ പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരു മുട്ടയ്ക്ക് തിന്നു കഴിഞ്ഞാൽ ചെടിക്ക് കിട്ടും. പണ്ട് മുട്ട ബജിയോട് ഭയങ്കര ക്രേസായിരുന്നു, പക്ഷേ ഇപ്പം അതത്ര വലിയ താല്പര്യമില്ല. ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ചെടിയൊക്കെ ഇറക്കി വെച്ചിട്ട് പിന്നെയും നമുക്ക് ചെറിയൊരു യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഒരു ഡ്രസ്സ് തയ്ക്കാനായിട്ട് നമ്മുടെ അടുത്തുള്ളൊരു ചേച്ചിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മളൊരു പട്ടുപാട ഒരു ഓൺലൈൻ പേജിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തന്നില്ലേ സെറ ഓൺലൈൻ ബുട്ടി, അപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാൾ മുമ്പ് വാങ്ങിച്ചു വെച്ചിരുന്ന അജ്രക് മെറ്റീരിയൽ ആയിരുന്നു. അതിൻ്റെ ട്രെൻഡ് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. സാധാരണ എല്ലാം ഞാൻ ട്രെൻഡ് കഴിയുമ്പോഴാണ് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അത് കുറേ നാളായിട്ട് ട്രെൻഡ് ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പറഞ്ഞാൽ തയ്പ്പിക്കാൻ. അങ്ങനെ എൻ്റെ കയ്യിൽ ഇരുന്നിരുന്ന് ഓണായപ്പോഴത്തേക്കും എനിക്കൊരു മോഹം അതെടുത്ത് തയ്പ്പിക്കണമെന്ന്. അപ്പോൾ ഇതിട്ടിട്ട് ചേട്ടയുടെ കൂടെ ചെറിയൊരു ഫോട്ടോഷൂട്ടും ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് തയ്ക്കാൻ വേണ്ടി കൊടുത്തിയാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് ചേച്ചി 2-3 ദിവസത്തിൽ തന്നെ തയ്ച്ചു തന്നു. നല്ല അടിപൊളിയായിട്ടാട്ടോ തയ്ച്ചത്. എനിക്ക് ആ ഒരു ഇങ്ങനത്തെ പ്രിൻറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതല്ല കോട്ടൺ ആയതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിളുമാണ് കേട്ടോ ഇടാനായിട്ട്. അപ്പോൾ ഞാനൊരു ഫ്രോക്ക് മോഡൽ ലൈൻ കുർത്തി ആയിട്ടാണ് തയ്ച്ചത്. നന്നായിട്ടാണ് തയ്ച്ചിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പം തന്നെ കൊടുത്തപ്പോഴത്തേക്കും ചേച്ചി എനിക്ക് ഷേപ്പാക്കി തന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിട്ടിട്ട് ഒരുങ്ങിയിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കണ്ണെടുത്തിൻ്റെ കുറേ നേരം നോക്കി നിൽക്കായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് അലീനയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ വഴി വരെ ഉള്ളൂ. അലീനയ്ക്ക് ഓണത്തിനിടാൻ വേണ്ടിയിട്ട് എൻ്റെ ധാവണി കൊടുക്കാൻ പോയത് കേട്ടോ. എൻ്റെ കഴിഞ്ഞ വർഷത്തെയാണ്, ഓണത്തിന് വാങ്ങിയതല്ല, അതിന് മുമ്പേ ഒരു പ്രോഗ്രാമിന് വാങ്ങിയതാണ്. ഇപ്രാവശ്യത്തെ പട്ടുപാട കൊടുത്തപ്പോഴത്തേക്കും അവൾക്കത് കുറച്ച് ലൂസായിരുന്നു. അപ്പോൾ പിന്നെ കഴിഞ്ഞ വർഷത്തെ ഇത് മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലൻ തന്നെയാണ് ഇറങ്ങി വന്നത്. അലീന ഇടയ്ക്കിടയ്ക്ക് ട്യൂഷനും അതിനൊക്കെ ആയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളാകെ മടുത്തത് കൊണ്ട് പിന്നെ അലനോട്ടം വന്ന് വാങ്ങിയത്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്ന പാടെ നല്ലൊരു പണി എനിക്ക് തന്നെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അലീനയ്ക്ക് വേണ്ടി ഡ്രസ്സ് തപ്പിയാട്ട് നല്ല അടിയിലാണ് ഇരുന്നത്. ഞാനെല്ലാം കൂടെ തിക്കിക്കൂട്ടി വെച്ചേക്കുമായിരുന്നു. അങ്ങനെ അത് മുഴുവൻ താഴെ എടുത്തിട്ടു. ഇനി അത് മുഴുവൻ ഞാൻ തന്നെ ഇരുന്ന് അടുക്കി വെക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തപ്പുമ്പോഴാണ് പഴയ തുണിയൊക്കെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നത്. കുറേ ഡ്രസ്സുകളൊന്നും ഇങ്ങനെ ഉപയോഗിക്കാറില്ലെങ്കിലും ഞാനങ്ങനെ കളയാറില്ല കേട്ടോ. എല്ലായിടത്തും സൂക്ഷിച്ച് വെക്കും. കാരണം പിന്നെ നമുക്ക് സ്റ്റൈൽ ചെയ്യാമല്ലോ. എല്ലാ വർഷവും ഇപ്പോൾ വാങ്ങണമെന്നില്ലല്ലോ. അടുത്ത വർഷം ആകുമ്പോൾ വാങ്ങിയില്ലെങ്കിൽ നമുക്ക് പഴയ പാവാടയുടെ കൂടെ പുതിയൊരു ടോപ്പ് വാങ്ങിയാൽ മതിയല്ലോ. അങ്ങനെ ഞാനിതെടുത്ത് സൂക്ഷിച്ച് ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഓണക്കോടിയൊക്കെ വെച്ചിട്ടാണ് അലീനയും ജർഷയും എല്ലാ വർഷവും ഓണക്കോടി ഇടുന്നത്. ഇപ്രാവശ്യത്തിന് താവണി ജർഷ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ അവരുടെ ഓണക്കോടിയും മിക്കവാറും എൻ്റെ ഓണക്കോടി തന്നെ ആയിരിക്കും. ഈ ടൈപ്പ് ഡ്രസ്സുകളൊന്നും നമ്മൾ അധികം എപ്പോഴും ഇടത്തില്ലല്ലോ, ട്രഡീഷണൽ ആയിട്ടുള്ളതും ഭയങ്കര വർക്കുള്ളതും ഒക്കെ. അപ്പോൾ പിന്നെ ഒരുപാട് വാങ്ങുന്നതിലും ഭേദം ഉള്ളതെടുത്ത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റി സ്റ്റൈൽ ചെയ്യുന്നതല്ലേ. പിന്നെ മുറി ഇങ്ങനെ കിടക്കുന്നതിൻ്റെ മെയിൻ റീസൺ കുറേ സാധനങ്ങൾ മുറിയിലേക്ക് എക്സ്ട്രാ വന്നു കേട്ടോ. ഞാൻ മേക്കപ്പ് പഠിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും നമ്മൾ ബ്രൈഡൽ റുട്ടീൻ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും വേണമായിരുന്നു. അപ്പം അത്രയും സാരി, ബ്ലൗസുകൾ, ഡ്രസ്സുകൾ അങ്ങനെ കുറേ വന്നു. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയുടെ കുറേ സാരി തന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ അമ്മയും കുറേ സാരി തന്നു. എന്തെങ്കിലും ഉടുപ്പൊക്കെ
ടോപ്പൊക്കെ തയ്ച്ചു എന്നൊക്കെ പറഞ്ഞ് അത് മുഴുവൻ ഞാൻ ഇവിടെ കൊണ്ടായിട്ട് ഡംപ് ചെയ്തേക്കുന്നത്. ഈ ഒരു മുറിയിലുള്ള സ്പേസിൽ ഞാൻ എല്ലാം മാക്സിമം അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ബാസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു മൂലയിൽ വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം എല്ലാ തുണിയും ഒരു വിധത്തിൽ ഞാൻ അടുക്കി തീർത്തിട്ടുണ്ട്. അങ്ങനെ അലമാരയുടെ ഒരു സൈഡിൽ ഒരോട്ട കാണുന്നത് ആ കള്ളി ഇങ്ങോട്ട് ഊരിപ്പോകുന്നു കേട്ടോ. അത് പൊട്ടിപ്പോയി ഇനി തിരിച്ച് പിടിപ്പിക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. പിന്നെ എനിക്ക് നാളെ ഒരു വർക്ക് ഉണ്ട് കേട്ടോ. അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഫുള്ള് പാക്ക് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടെ പാക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. ചേട്ടായിട്ട് മിക്കവാറും എനിക്ക് പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടി കൂടുന്നേ. ഒരുവിധ ആശാനിപ്പോൾ സാധനങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ചേട്ടായി എല്ലാം എടുത്ത് അടുക്കിപ്പറക്കി വെക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. ഇത്തവണ ഓണത്തിന് നമ്മൾ അമ്മയുടെ ഒപ്പമാണ്. അപ്പോൾ 2-3 വർഷമായി അമ്മയുടെ കൂടെ ഓണം കൂടിയിട്ട്. കൊല്ലപ്പം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ വർക്ക് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് തന്നെ വരാൻ ഭയങ്കര മടുപ്പായതുകൊണ്ട് ഞാൻ നേരെ അമ്മയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് റെസ്റ്റ് ഇല്ലാത്ത ഓട്ടമായതുകൊണ്ട് ശരിക്കും അടുക്കി പിറക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലെ കുറച്ചായിട്ട് വെച്ച് ഇതുപോലെ ബോക്സിലാക്കി വെക്കുന്നുണ്ട്. ഇനിയും തീർന്നിട്ടില്ല കേട്ടോ, ഇനിയും 2-3 ബോക്സ് വാങ്ങണം. അപ്പോൾ ഉറങ്ങിയപ്പോൾ ഏകദേശം 1 മണിയൊക്കെ ആയിട്ട്. അപ്പോൾ നാളെ വർക്കുള്ളത് കൊണ്ട് നേരെ കിടന്നുറങ്ങി ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേനും പോയാൽ മതി. അതുകൊണ്ടാണ് പിന്നെ രാത്രി ലേറ്റ് ആയിട്ടിരുന്നാലും അടുക്കി പിറക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നമുക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.